ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഫുൾ A+ നമ്മൾ 10ാം ക്ലാസ്സിൽ മേടിക്കണമെങ്കിൽ നമുക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനം വേണം. എങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏതൊക്കെ വിഷയങ്ങളാണുള്ളത്? മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, IT അല്ലേ? അപ്പോൾ ഇത് നമ്മൾ 40 മാർക്കിൻ്റെ വിഷയങ്ങളാണ് അല്ലേ? ഇത് നമ്മൾക്ക് കണ്ടൻറ്റ് 80 മാർക്കിൻ്റെ വിഷയങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നമ്മളത് ആദ്യം ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ടൈം അല്ലെങ്കിൽ ഒരു ടൈമിൽ നമുക്ക് 2 പാഠമൊക്കെ പഠിക്കേണ്ടി വരിക അല്ലേ? നമുക്ക് ക്രിസ്മസ് എക്സാം അടുത്ത് വരുന്നു, അപ്പോൾ 2 പാഠമായിരിക്കും പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും കുട്ടികളെ നിങ്ങൾക്കുണ്ടല്ലോ 1 മണിക്കൂറൊക്കെ മതി ഒരു പാഠം പഠിക്കാൻ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഫിസിക്സിൻ്റെ 2 യൂണിറ്റൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് 2 മണിക്കൂർ മതി. കെമിസ്ട്രിക്ക് അതുപോലെ 2 മണിക്കൂർ, ബയോളജിക്ക് അതുപോലെ 2 മണിക്കൂർ. അപ്പോൾ നമ്മളങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഏത് ദിവസം ഏത് വിഷയം പഠിക്കണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ആ വിഷയങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് 2-3 തവണ റിവൈസ് ചെയ്യും. ഒരു എക്സാമിന് മുന്നേ ഉണ്ടല്ലോ നമ്മളൊരു 3 തവണയെങ്കിലും അത് റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വരാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കണം. മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടോ നോക്കണം. അപ്പോൾ നമുക്ക് പുതിയ സിലബസാണ്, അപ്പോൾ മുൻപേ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ അല്ല. എങ്കിലും നമ്മൾക്ക് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. പിന്നീട് നമ്മൾ 80 മാർക്കിൻ്റെ നോക്കുക. അപ്പോൾ ഏത് വിഷയത്തിനാണോ കൂടുതൽ സമയം വേണ്ടത് അത് നമ്മൾ കൂടുതൽ സമയം മാറ്റിവെക്കുക. എളുപ്പത്തിൽ മാർക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യമേ അത് കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു 7A+ ഉറപ്പായിട്ട് കിട്ടും. എന്നിട്ട് വേണം ഇംഗ്ലീഷ് ഉറപ്പായിട്ട് A+ മേടിക്കാവുന്ന വിഷയമാണ് അല്ലേ? അപ്പോൾ നമുക്ക് 8ലേക്ക് വന്നു. പിന്നെ കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളത് സോഷ്യലും മാത്സുമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ കൂടുതൽ സമയം കൊടുക്കാം. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഫുൾ A+ മേടിക്കാം.